ഇന്ന് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അതിനകത്തൊരു 2-3 ടൈപ്പ് സാരീസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പം ഇതിൻ്റെ എല്ലാം പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ല, വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യണം. കാരണം ഇത് ലിമിറ്റഡ് പീസസ് ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുന്നില്ല. അപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് നറുക്കിട്ട് 9 പേർക്ക് നമ്മൾ എല്ലാ മാസവും ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ 9 സാരി ഗിവ് അവേ വിന്നേഴ്സിൻ്റെയും സാരീസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്പാച്ച് ചെയ്യാൻ പോവുകയാണ്. 9 പേർക്ക് 3 പേര് വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഫേസ്ബുക്കിൽ നിന്ന് 3 പേർക്ക്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 3 പേർക്ക്, യൂട്യൂബിൽ നിന്ന് 3 പേർക്ക്, മൊത്തം 9 പാർസൽ 9 പേർക്ക് ഗിവ് അവേ കൊടുക്കാൻ പോവുകയാണ്. അമ്മിണി വാവച്ചൻ, റിനി ജോർജ്, ശ്രീലത എസ്, ഇവരുടെ എല്ലാം പാർസൽ നമ്മൾ അയക്കുന്നതായിരിക്കും ഇന്ന് തന്നെ. അപ്പോൾ ഈ സാരി ഗിവ് അവേയിൽ ഈ 9 പേരാണ് ജയിച്ചിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേര് വെച്ച് മൊത്തം 9. അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇതേപോലത്തെ ഗിവ് അവേസ് ഉണ്ടാവും. എല്ലാ മാസവും നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് സാരീസ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ജയിക്കാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഏത് ചാനലിലാണോ കാണുന്നത്, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക. റെഗുലർലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാ മാസവും ഓരോരോ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. 3 പേരെ വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ 9 പേർക്ക് എല്ലാ മാസവും സാരീസ് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് വരുന്ന ഇതേപോലെ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. നല്ലൊരു മെറ്റീരിയൽ ആട്ടോ, നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ. ഉടുത്താലും നല്ലൊരു രസമുള്ള സാരിയായത്. പിന്നെ അതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു സ്ക്വയർ, ഒരു ചെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് 2 സൈഡിൽ ഒരു ബോർഡറും വരും. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ, കണ്ടോ, ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല, നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ. 950 ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. 950 അല്ലേ? 950 ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. പക്ഷേ 950ക്ക് നല്ല അടിപൊളി സാരീസ് ആട്ടോ. ഒരു ഗോൾഡൻ സെറിയുടെയും ത്രെഡിൻ്റെയും കൂടെ ഒരു ചെക്ക് പാറ്റേൺ ആണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. 2 ബോർഡറും വന്നിട്ടുണ്ട് ഇതേപോലെ. പക്ഷെ നല്ലൊരു റേറ്റ് തോന്നുകയും ചെയ്യും നമ്മളിത് ഉടുത്തു കഴിഞ്ഞാൽ. നല്ല ഭംഗിയുള്ള സാരീസ്. ഇതിൻ്റെ മുന്താണി വരുമ്പോഴും കണ്ടോ, മുന്താണിയും ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മുന്താണി. ആ ഒരു ടിഷ്യൂവിൻ്റെ തന്നെ ലൈൻസ് വന്നിരിക്കുന്ന മുന്താണി. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് റണ്ണിങ് ഈ സെയിം ബ്ലൗസ് തന്നെയാണ് വരുന്നത്. 950 റേഞ്ചിൽ വരുന്ന സാരീസ്. നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ, നല്ല സോഫ്റ്റ്. ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യുന്ന സാരീസ്. ഒരു ചെറിയ ഫങ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോകാട്ടോ, നല്ല സാരിയാണ്. ഇച്ചിരി ബ്ലൗസൊക്കെ നന്നായിട്ട് വെയർ ചെയ്താൽ ഇതറിയില്ല 950യുടെ ആണെന്നൊന്നും. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ഗ്രീൻ ടോൺ. ഗ്രീൻ ഇതൊരു 2 ഗ്രീൻ ഉണ്ട്. ഒന്ന് അത് ലൈറ്റാണ് അല്ലേ? ഇത് ഡാർക്ക് ഉണ്ടോ? 2 ടൈപ്പ് ഗ്രീൻ വരുന്നുണ്ട്. ഇത് ഇച്ചിരി കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു സഫയർ ഗ്രീൻ പോലെ വരുന്ന ഒരു ഗ്രീൻ. ഇത് അല്പം കൂടെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് കേട്ടോ. ഇതൊരു ഗ്രീൻ തന്നെയാണ്, പക്ഷെ അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ. 950 ഉള്ളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ്. അടുത്ത് വരുന്നത് അതിൻ്റെ ഒരു പിങ്ക്. നല്ലൊരു വൈൻ പിങ്ക് ആട്ടോ, വൈൻ പിങ്ക് ഷെയ്ഡ്. സെയിം ബ്ലൗസും തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഡാർക്ക് ഗ്രീൻ. ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ഗ്രീൻ പോലെ അത്രയും ഡാർക്ക് അല്ല കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ട്. എന്തോ എനിക്കങ്ങനെ വലിയ ഈ സാരി കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നി. നല്ല മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ. ഒരു ബ്ലൂ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളർ. അതിൻ്റെ കളറും നല്ല കളേഴ്സാണ്. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ എല്ലാം. അടുത്ത് വരുന്ന സെമി സിൽക്കിൽ വരുന്ന ഒരു സാരി കണ്ടോ, നല്ലൊരു മെറൂൺ ഷെയ്ഡ്. മെറൂണിൽ ഇതേപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെയും റേറ്റ് വരുമ്പോൾ 1180. കണ്ടോ, ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഒരു ഡിസൈൻ. 2 സൈഡിലും ഇങ്ങനെ ബോർഡേഴ്സ് വരും. മുന്താണി ഇതാണ്. ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ഉടുത്താൽ ഒതുങ്ങിയിരിക്കുന്ന മെറ്റീരിയലാണ്. ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയർ ഇടാം. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. സ്ലീവെൻ്റിൽ ഈ ബോർഡർ വന്നിട്ടുള്ള ബ്ലൗസ് 1180. അടുത്തത് വരുന്നത് അതും ഒരു മെറൂൺ ഷെയ്ഡ്.
990 റേഞ്ചിൽ വരുന്ന സാരി, 990 റേഞ്ചിൽ വരുന്ന ഇത് ഒരു സെമി സിൽക്കിൽ വരുന്ന സാരി. അതിനിങ്ങനെ ഒരു ബോർഡറും വരും കേട്ടോ, ഇതേപോലെ ഒരു ബോർഡറും വരും. അടുത്തത് വരുന്നത് ഇതൊരു ചന്തേരി ഫീൽഡിൽ വരുന്ന ഒരു സാരിയാണ്. ഇതിനകത്തൊരു മെറൂൺ റെഡ് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ്. 1480 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതിനകത്ത് 2 ബോർഡേഴ്സും വരും, ഇങ്ങനെ ഒരു ബ്ലാക്കിൽ വന്നിരിക്കുന്ന ബോർഡേഴ്സ്. മുന്താണിയും ബ്ലാക്കാണ്. 1000 ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ തന്നെയാണ്. ചന്തേരി ഫീൽഡിൽ വരുന്ന സാരി. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. ഇതൊന്നും അങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല കണ്ടോ. 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയറും ഇടാം. 1480. അടുത്തത് വരുന്നത് അല്പം ഒരു ഇതും ഏകദേശം ആ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരു സാരി കേട്ടോ. ഇതിൻ്റെ ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ബോഡി വരുന്നത്. അതിൻ്റെ അതെ മുന്താണിയിലേക്ക് വരുമ്പോൾ നല്ലൊരു വൈൻ പർപ്പിൾ ഷെയ്ഡ്. അതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ത്രെഡിൻ്റെയും സെറിയുടെയും കൂടെ ഇങ്ങനെ ഒരു പോൾക്ക ഡോട്ട്സ് പോലെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതെ, പിന്നെ ബോഡിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വിട്ടായിരിക്കും ആ ഡിസൈൻ വരുന്നത്. ഉണ്ട് ബ്ലൗസ് ഇങ്ങനെ കോൺട്രാസ്റ്റിൽ വരുന്ന ബ്ലൗസ്. ബോഡിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആ ഡോട്ട് ഡിസൈൻ ഇങ്ങനെ വിട്ട് ഡിഫറെൻറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് ബോഡിയിലേക്ക് വരുമ്പോൾ ഒത്തിരി അടുപ്പിച്ച അല്ല കേട്ടോ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതും ഏകദേശം നമുക്കൊരു ചന്തേരി ഫീൽഡിലൊക്കെ നിൽക്കുന്ന പോലെയുള്ളൊരു സാരിയാണ്. 1580 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഇത് നമുക്കൊരു സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരി. നമുക്ക് ഈ ഡെയിലി വെയറിനൊക്കെ നല്ല സാരി കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഒരു ഗ്രീനും അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഇതേപോലെ ഒരു ഷെയ്ഡ്, ഒരു ബ്രിക്കിൻ്റെ ലൈറ്റർ ടോൺ വരുന്നതാണ് ബോർഡർ വരുന്നത് ഇതേപോലെ. ഇതൊക്കെ നമുക്ക് 950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ആ കോൺട്രാസ്റ്റിൽ ചെറിയൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ്. 950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു ബ്ലൂവിലും ഇതേപോലെയാണ് ബോർഡർ വരുന്നത്, ഇങ്ങനെ വരും. ആൻഡ് ആ ഡാർക്ക് ബ്ലൂവിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ബോർഡറിൻ്റെ കളറിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. 950. ഡെയിലി വെയറിനൊക്കെ നല്ല സാരീസാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഒതുങ്ങിക്കിടക്കും. ഇതൊന്നും ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയറും ഇടാം. അടുത്തത് വരുന്നതും ആ സെയിം മെറ്റീരിയലിൽ തന്നെ അതിൻ്റെ കണ്ടോ, അതിൻ്റെ മുന്താണി ഇതാണ് മുന്താണി വരുന്നത്. ഇതും ഒരു സഫയർ ഗ്രീനിൻ്റെ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിന് ബ്ലൂ ആണ് അതിൻ്റെ ബോർഡർ വരുന്നത്. എന്നിട്ട് ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സെൽഫ് ഒരു കണ്ടോ ഇതേപോലെ ഒരു ഡിസൈൻ വരുന്ന ആ ബ്ലൂവിൽ തന്നെ വരുന്ന ബ്ലൗസ്. ഇത് അല്പം കൂടെ ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡിലേക്ക് വരും. എന്നിട്ട് ഒരു സഫയർ ഗ്രീൻ കോമ്പിനേഷൻ. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. കണ്ടോ ഇങ്ങനെ വരും ബ്ലൗസ്. ബോർഡറിൻ്റെ അതേ കളറിൽ വരുന്ന ബ്ലൗസ്. 950. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, ഗ്രീനിൽ വരുന്ന ബ്ലൗസ്. 950 റേഞ്ചിൽ വരുന്ന സാരീസ്. അടുത്ത് വരുന്നത് നമുക്ക് സൂപ്പർ നെറ്റ് കോട്ടയിൽ വരുന്നൊരു സാരി. സൂപ്പർ നെറ്റ് കോട്ടയിൽ ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ത്രെഡ് വീവ് ഡിസൈനാണ് ഓൾ ഓവർ ദ ബോഡി. എന്നിട്ട് 2 സൈഡിലും ബോർഡേഴ്സും വരും.
പിങ്ക് ടോണാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീനിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1780. ഫുൾ ബോഡി ഇങ്ങനെ നല്ല സാരി കേട്ടോ. നമുക്ക് ഒട്ടും ഇങ്ങനെ സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഡെയിലി വെയറുകാർക്കൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നല്ല സാരിയാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. അതായത് ബ്ലൗസ് എന്തിനാണ് ഇത് പ്ലെയിൻ ബ്ലൗസ്, പ്ലെയിൻ ആട്ടോ ബ്ലൗസ്. എന്നിട്ട് സ്ലീവെൻറ്റിൽ ഈ ഒരു ബോർഡറും വരും. ഫുൾ ബോഡി ഇങ്ങനെ ഈ ഒരു ഡിസൈൻ തന്നെയാണ്. ഇത് ഫുൾ ബോഡിയിൽ ഇതാണ് സാരി വരുന്നത്. അടുത്തത് വരുന്നത് ഒരു യെല്ലോ കോമ്പിനേഷൻ. യെല്ലോയിൽ ഇത് ഇങ്ങനെയാണ്. ഇതൊരു ചന്തേരി ഫീൽഡിൽ വരുന്നൊരു സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1850. ഫുൾ ബോഡി ഇതേപോലെ ത്രെഡ് വീവ് ഡിസൈനാണ് വരുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇതേപോലെ ചെറിയ കണ്ടോ ഡിസൈൻ വരുന്ന ബ്ലൗസ്. എന്നിട്ട് സ്ലീവെൻ്റ് ബോർഡറും കൂടെ വരും. 1850. അടുത്തത് വരുന്നതും ആ ചന്തേരി ഫീൽഡ് തന്നെ വരുന്ന സാരി. ഡിസൈൻ വ്യത്യാസമുണ്ട്. അല്ലേ, രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡേഴ്സും എന്നിട്ടൊരു സിക്സാക്ക് പാറ്റേണിൽ വരുന്ന ത്രെഡ് വീവ് ഡിസൈൻ. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. നല്ലൊരു ലൈറ്റ് ഒരു ഗ്രീൻ, ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ ഒരു ടോണിലാണ്. ടോണും ഒരു ലൈറ്റ് ക്രീമും കൂടെയുള്ള അതേപോലെ ഒരു ടോണിൽ അതിനകത്ത് വന്നിരിക്കുന്നത്. ഡിസൈൻ വന്നിരിക്കുന്നത് 1850 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് വരുന്ന പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. ഇതെല്ലാം ത്രെഡ് വീവ് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.